തീർച്ചയായിട്ടും എനിക്കെതിരെ നടപടി വന്നത് വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പോലീസിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെ തുറന്ന് സംസാരിക്കാൻ പറ്റി. അതിന്റെ പേരിൽ വന്ന നടപടികൾ പിരിച്ചുവിടൽ വരെ എത്തിയെങ്കിലും അതിൽ അഭിമാനത്തോടു കൂടി പോലീസിൽ നിന്ന് പിരിഞ്ഞു പോരാൻ പറ്റി. നമുക്ക് പിരിച്ചുവിടുന്ന ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പിരിച്ചുവിട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ നമ്മൾ പലവട്ടം ആലോചിച്ചും. നമസ്കാരം. നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഉമേഷ് വള്ളിക്കുന്നാണ്. CPO ഉമേഷ് വള്ളിക്കുന്ന്. CPO ആയിരുന്ന ഉമേഷ് വള്ളിക്കുന്ന് ഇപ്പോൾ 2025 നിന്ന് 2026 വരുമ്പം ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അല്ലേ? ഇപ്പം ഇത്രയും കാലം ഞാൻ നേരത്തെ പറഞ്ഞ CPO ആയിരുന്നു, ഇനി അങ്ങോട്ട് ഒരു സാധാരണക്കാരനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഭാവിയിൽ പ്രവർത്തനങ്ങൾ കണ്ടിരിക്കുന്നത്? നമുക്ക് പിരിച്ചുവിടുന്ന ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പിരിച്ചുവിട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ നമ്മൾ പലവട്ടം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കണക്ഷൻസ് ഉള്ള ഒരു മേഖല എന്നുള്ള നിലയ്ക്കാണ് ഇവന്റ് മാനേജ്മെന്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 3 ടീമുകൾ നമ്മളായിട്ട് സഹകരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പം അവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു മത്സരം എന്നുള്ള നിലയ്ക്കല്ലാതെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതെ. ഇപ്പം മാത്രം ഞാനിന്ന് വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇന്ന് ഒരു പരിപാടിയുണ്ട്. അതായത് ഇപ്പം മുമ്പ് നിങ്ങൾക്കെതിരായിട്ട് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ അതിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത് അനുവാദമില്ലാതെ ചില സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളത് പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ കുറെ കൂടി സജീവമായിട്ട് ഇത്തരം കോഴിക്കോടിന്റെ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്കെതിരെ നടപടി വന്നത് വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് പത്രപ്രവർത്തകരുടെയും ഒക്കെ ഉൾപ്പെട്ട ഒരു വനിതകളുടെ ഒരു സംഘടനയായിരുന്നു. അതിൽ പങ്കെടുത്തതിനാണ്. അത് നിരോധിത സംഘടനയൊന്നുമല്ല. അതിൽ പങ്കെടുത്തെന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ ഒരു നടപടി വന്നത്. ഇനിയിപ്പം ഞാൻ സ്വതന്ത്രനാണ്. പോലീസുമായിട്ടുള്ള ചട്ടക്കൂടോ ബാധ്യതകളോ ഒന്നുമില്ല. സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഉണ്ടാവും. അതാണ് നമ്മുടെ പലപ്പോഴും ഉമേഷ് ചേട്ടന്റെ എഴുത്തുകൾ കാണുമ്പോഴും തോന്നുന്നു ഒരു സരസൻ, അതിനകത്ത് ഒരു എഴുത്തുകാരനും അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയാലും മറുപടി എന്ന് പറഞ്ഞൊരു പുസ്തകം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് എഴുത്തിനോട് എങ്ങനെയാണ് കമ്പൗണ്ട്? എഴുത്ത് നമ്മളെ കുട്ടിക്കാലത്ത് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ എഴുത്തുകാരനാകുമെന്നല്ലായിരുന്നു. ഈ പോലീസും ഇതൊന്നും നമ്മുടെ സ്വപ്നങ്ങളിൽ വരാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ജീവിതമാർഗം ഒക്കെ ആയിട്ട് നമ്മൾ പല ജോലികളിലും ചെയ്തു. അവസാനം പോലീസിലെത്തി. അവിടെ ആകുമ്പോഴും നമ്മളെ എഴുത്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ എഴുത്തുകൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. അത് പലപ്പോഴും കുറിക്ക് കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് നടപടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ ഒരു പ്രത്യേകതര എഴുത്താണല്ലോ. അപ്പം നമ്മൾ എഴുതാൻ ആഗ്രഹിച്ചിരുന്ന സാഹിത്യമൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും ഓഡിയോ ബുക്സിന് വേണ്ടി ഒരു നോവൽ ചെയ്യുന്നുണ്ട്. അപ്പം സാഹിത്യം എന്നുള്ള നിലയ്ക്ക് അതാദ്യം പുറത്തു വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം കാക്കിക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം തൂലിക അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വാളിനേക്കാൾ മൂർച്ചയുണ്ട് പേനയ്ക്ക് എന്ന് പറഞ്ഞ പോലെ പേന കൊണ്ട് പോലീസുമായിട്ട് പടവെട്ടിയ ഒരാളാണ്. പേന കൊണ്ടല്ല പോലും വാക്കുകൊണ്ട് പോലീസുമായിട്ട് പടവെട്ടിയ ഒരാളാണ്. അപ്പം നോവൽ രചനയിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരെ അറിയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു നോവൽ വരും, തുടങ്ങിയിട്ടുണ്ട്. വായിച്ച് എഡിറ്റേഴ്സിനൊക്കെ തൃപ്തികരമാണെങ്കിൽ പ്രസിദ്ധീകരിക്കും. ഇപ്പം ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം 2026 എത്തുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഉമേഷ് ചേട്ടനെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഒരുപാട് നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലിയിൽ നിന്നുള്ള പിരിച്ചുവിടൽ തന്നെ, ഒരുപാട് നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വർഷമാണ്. എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് 2025 എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വർഷമാണ്. കാരണം നമ്മൾ ജോലി ചെയ്യാണ്ട് ഒരു വർഷം പൂർണ്ണമായിട്ട് ഒരു പണിയെടുക്കാണ്ട് നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് അതിലൊരു സത്യം. അത് ഒരു സത്യം പറഞ്ഞാൽ അത് സർക്കാരിന്റെ ഒരു സിസ്റ്റത്തിന്റെ വലിയ പരാജയം കൂടിയാണ്. 6 മാസത്തിനുള്ള ഒരാളെ സസ്പെൻഷനിൽ നിർത്തരുത് എന്നുള്ള ഉത്തരവിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരാളെ 1.5 വർഷം സസ്പെൻഷനിൽ നിർത്തി തീറ്റിപ്പോറ്റുക എന്നുള്ളൊരു ബാധ്യത സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പം മാത്രമല്ല ആ സമയത്ത് നമുക്ക് ഒരുപാട് സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റി. നമ്മളുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ പറ്റി, ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റി. ഇപ്പോൾ വൈഫ് സിംഗറാണ്. വൈഫിന്റെ പ്രോഗ്രാമിനൊക്കെ നമുക്ക് കൂടെ പോകാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റി. അതിലപ്പുറം നമ്മളെ ജീവിതത്തിൽ പോലീസിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെ തുറന്ന് സംസാരിക്കാൻ പറ്റി. അതിന്റെ പേരിൽ വന്ന നടപടികൾ പിരിച്ചുവിടൽ വരെ എത്തിയെങ്കിലും അതിൽ അഭിമാനത്തോടു കൂടി പോലീസിൽ നിന്ന് പിരിഞ്ഞു പോരാൻ പറ്റി. അപ്പം എന്തൊക്കെയായാലും 2026 വരെയാണ്. ഒരു സന്തോഷം നിറഞ്ഞൊരു പുതുവർഷം ആശംസിക്കുന്നു. ഈ ഒരു വർഷം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, ജനങ്ങളുടെയും സപ്പോർട്ട് വേണം.